ഹലോ ഗൈസ്, പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്ന ഏതൊരാൾക്കും കൺഫ്യൂഷനാണ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെന്നുള്ളത്. പ്രോഗ്രാം പഠിക്കണമെന്ന രീതിയിൽ നിങ്ങൾ റിസർച്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് പലപ്പോഴും പൈതണും ജാവാസ്ക്രിപ്റ്റും എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനെന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും. ഇതിൽ തന്നെ ഏത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും മെജോറിറ്റി ആൾക്കാർ. സോ ഇന്നത്തെ വീഡിയോയിൽ പൈതൺ ആണോ ജാവാസ്ക്രിപ്റ്റ് ആണോ ബെറ്റർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള കമ്പാരിസൺ ഉണ്ടാവും. ഏത് പഠിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അല്ലാതെ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചുള്ള കരിയർ പ്രോസ്പെക്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. പൈതൺ ആണോ ജാവാസ്ക്രിപ്റ്റ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളോട് ഒരാൾ ബിരിയാണി ആണോ ലൈം ജ്യൂസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പുള്ളതനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ലൈം ജ്യൂസ് ചൂസ് ചെയ്യും, ഈവൻ ദോ നിങ്ങൾക്ക് എന്താണ് ബിരിയാണി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കേസിലും. പൈതണും ജാവാസ്ക്രിപ്റ്റിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും യൂസ് കേസസും ഒക്കെ ഉണ്ട്. നിങ്ങൾ പ്രോഗ്രാമിങ്ങിൽ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് എടുത്താലും നിങ്ങൾ പ്രോഗ്രാമിങ്ങിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു മെഴ്സീഡീസ് ബെൻസോ അല്ലെങ്കിൽ നാനോ തന്നാലും നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നത്തില്ല. കാരണം ഇവൻ ദോ മെഴ്സീഡീസ് ബെൻസിന് ഫീച്ചേഴ്സ് കൂടുതലാണ്, ഓടിക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നില്ല, കാരണം നിങ്ങൾക്കത് അറിയത്തില്ല. അത് തന്നെയായിരിക്കും ഈ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ പൈതനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൈതൺ ഒരു ജനറൽ പർപ്പസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈതൺ ഡെവലപ്മെൻറ്റ് ചെയ്ത സമയത്ത് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം C++ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡിനെ എളുപ്പത്തിൽ എഴുതാൻ തയ്യാറാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള ചിന്താഗതിയിലാണ് പൈതൺ ഡെവലപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത സമയത്ത് വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം വെബ് ഡെവലപ്മെൻറ്റ് ഒരു ഫ്രണ്ട് എൻഡ് ടെക്നോളജി ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ ഡിഫറെൻറ്റ് ഫ്രെയിം വർക്ക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വെബ് ഡെവലപ്മെൻറ്റ് ടെക്നോളജി സ്റ്റാക്കിൽ HTML CSS പോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ജാവാസ്ക്രിപ്റ്റ് എന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് അനിമേഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല, നമുക്ക് വെബ്സൈറ്റിനെ ഡൈനാമിക് ആക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങൾ പൈതൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, GUI ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗെയിംസ് ഡെവലപ്പ് ചെയ്യാം. പൈതൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഓൾറൗണ്ടർ ആണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം പൈതൺ ഉപയോഗിച്ച് ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡീക്കേഡിലെത്തിയുള്ള ടെക്നോളജിയാണെന്ന് ഞാൻ പല വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഫ്യൂച്ചർ കരിയർ സ്കോപ്പിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു മുൻഗണന കിട്ടും പൈതൺ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതണിൽ അവൈലബിൾ ആയിട്ടുള്ള തരത്തിലുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ന്യൂമറസ് ആയിട്ടുള്ള ലൈബ്രറീസ് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും AI ബേസ്ഡ് ഏരിയ അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് ഏരിയയില്ല. പൈതണിലാണെങ്കിൽ നമുക്ക് ടെൻസർഫ്ലോ, സ്കൈറ്റ്-ലേൺ, കേറാസ്, പാണ്ടാസ് തുടങ്ങിയ ഒട്ടനവധി ലൈബ്രറീസ് ഉണ്ട്. വിഷ്വലൈസേഷൻ മാറ്റ്പ്ലോളിബും സീബോണും ഉണ്ട്. നിങ്ങൾക്കിപ്പം ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് വിത്ത് പൈതൺ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ 9746211123. ഇനി ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന് മെഷീൻ ലേണിംഗ്, AI പോലത്തെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള റിലയബിൾ ലൈബ്രറീസ് ഇല്ല എന്നുണ്ടെങ്കിലും വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇത്രയും പെർഫോമൻസ് തരുന്ന ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇന്നിപ്പോൾ നിലവിലില്ല. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റിൽ അനിമേഷൻ, സ്ലൈഡർ, ഫോം വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുമ്പം 10 ഡിജിറ്റ്സ് അല്ലെങ്കിൽ അവിടെ എറർ കാണിക്കുന്നത്, അതേപോലത്തെ ഫോം വാലിഡേഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി പഠിക്കാൻ എളുപ്പം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഞാൻ പറയും പൈതൺ ആണെന്നുള്ളത്. കാരണം പൈതണിൻ്റെ കോഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ആണ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് പൈതൺ എന്ന് പറയുന്നത്. പൈതൺ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു റീസൺ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. രണ്ടാമത്തെ കാര്യം ജാവാസ്ക്രിപ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യാം, നമുക്ക് ഷോർട്ട് ലൈൻസ് ഓഫ് കോഡിൽ നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ഏതൊരു ബിഗിനറെ സംബന്ധിച്ചോളം പലപ്പോഴും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത് നിർത്താനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എറേഴ്സ് വരുമ്പോഴാണ്. പൈതണിനെ സംബന്ധിച്ചോളം പൈതണിൽ
ഓരോ എററിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. സോ നമുക്ക് എറേഴ്സ് ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എറേഴ്സ് ഡീബഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പൈത്തണിൽ ഏതൊരു ടാസ്കിന് വേണ്ടിയിട്ടും മൾട്ടിപ്പിൾ ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഇതുവഴി നമുക്ക് കോഡിംഗ് ചെയ്യാനുള്ള സമയം ഒരുപാട് ലാഭിക്കാം. അതും ഒരു അഡ്വാൻറ്റേജ് ആണ് പൈത്തണിൻ്റെത്. എന്നാൽ ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ അസിൻക്രണസ് നേച്ചറാണ്. ജാവാസ്ക്രിപ്റ്റിലെ അസിൻക്രണസ് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കാനും കോൾ ബാക്ക് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കാനും അവൈറ്റ് കീവേഡ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് കോഡ് ടോപ്പ് ടു ബോട്ടം സീക്വൻസിൽ റൺ ആകുന്നില്ല എന്ന് മനസ്സിലാക്കുക, പ്രോമിസസിനെ കുറിച്ച് പഠിക്കേണ്ടത്, ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന കുറച്ച് കൺസെപ്റ്റ്സുകളാണ്. ഇതുകൊണ്ടാണ് പൈത്തൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നത്. ഇനി കരിയർ പ്രോസ്പെക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും ഒട്ടനവധി വേക്കൻസീസ് അവൈലബിൾ ആണ്. ഒരു ജാവാസ്ക്രിപ്റ്റ് പഠിച്ച ഒരാൾക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയിട്ടോ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ടോ Node.js ഡെവലപ്പർ ആയിട്ടൊക്കെ ഓപ്പണിങ്സ് ഉണ്ട്. അത് എല്ലാ കമ്പനീസിലും നല്ല സാലറി പാക്കേജസിലായിരിക്കും ഓപ്പണിങ്സ് ഉള്ളത്. എന്നാൽ പൈത്തൺ പഠിക്കുന്ന ഒരാൾക്ക് മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലയിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വെൻ കമ്പയർഡ് വിത്ത് വെബ് ഡെവലപ്മെൻറ്റ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിങ്സ് കൂടുതൽ ഈ ഒരു മേഖലയും സാലറിയും ഗ്രോത്തും ഒക്കെ കൂടുതൽ ഈ ഒരു മേഖലയിലായിരിക്കും. ലോകത്തിലെ തന്നെ മികച്ച കമ്പനിയെ ഫേസ്ബുക്കിലും ആമസോണിലും മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും ഒക്കെ ജാവാസ്ക്രിപ്റ്റ് അറിയുന്നവർക്കും പൈത്തൺ അറിയുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട്. ഇന്ത്യ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് TCSലും ഇൻഫോസിസിലും എല്ലാം ജാവാസ്ക്രിപ്റ്റും പൈത്തണിനും ഇക്വലൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയുണ്ട്. സോ ഇൻ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റേതായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിച്ചെടുത്താൽ സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുക. അതല്ല, നിങ്ങൾക്ക് ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കിൽ അധികമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പൈത്തൺ പഠിച്ചെടുക്കുക. സോ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.